ശേഷമാണ് ഞെട്ടാതിരുന്നൊക്കെ ഷോട്ട് എടുത്തത്. സാധാരണ ഒരു ഡയറക്ടറുടെ പടം പോലെയല്ല ആഷിക്കിൻ്റെ. ആഷിക്ക് ഭയങ്കര ഒരു നമ്മളെല്ലാം ഭയങ്കര ഫ്രീ, നമുക്ക് ഭയങ്കര നമുക്ക് റിലാക്സ് ചെയ്ത് നിന്ന് അഭിനയിക്കാം. ഉറങ്ങിയാലും കിടത്തുകയില്ല, അവിടുത്തെ സുരഭി വന്ന് കുത്തിപ്പോക്കും എഴുന്നേക്കെന്നും പറഞ്ഞിട്ട്. അതെ, പൊന്നൂഷണമെന്ന് കിടക്കുവാണ്, എഴുന്നേറ്റെന്നും പറഞ്ഞ് എന്നെ കുത്തിപ്പോക്കും. അങ്ങനെ എഴുന്നേറ്റ്. പിന്നെ സുരഭി അവിടെ മൊത്തം ഒരു ഓളമായിരുന്നു. അവിടെ സുരഭി ഉണ്ടായിരുന്ന സത്യം പറയാമല്ലോ, ഭയങ്കര ടൈം പാസ് ആയിരുന്നു സുരഭി. നമുക്കൊരു ആക്ഷൻ ഹീറോയിൻ എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിൽ ഒത്തുന്ന വാണി വിശ്വനാഥും വിജയശാന്തിയുമാണ് നമ്മുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്നത്. അപ്പോൾ ആ വാണി അവർ വെച്ച് ഞങ്ങൾ അന്നും വലിയ അന്നത്തെ വാണി തന്നെയാണ് ഇന്നും. ആ സ്വഭാവവും ആ പെരുമാറ്റവും എല്ലാം ഒന്നും ഒരു മാറ്റം വന്നിട്ടില്ല. അമ്പിളിച്ചേട്ടൻ അതുപോലെ അമ്പിളിച്ചേട്ടൻ പറയും, അമ്പിളിച്ചേട്ടൻ എന്നെ വന്നിട്ട് എനിക്ക് കൈ തന്നു അമ്പിളിച്ചേട്ടൻ, ഈ സീൻ പൊന്നമ്മ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. കൺഗ്രാജുലേഷൻ, എൻ്റെ തോളത്തട്ടി കൺഗ്രാജുലേഷൻസ് പറയും അമ്പിളിച്ചേട്ടൻ. മോളത് ചോദിക്കുമ്പോൾ ഞാനതാ കുമ്പിട്ടിരുന്നേ. കാരണം വിഷമമുണ്ട് ഉള്ളിൽ. നമുക്ക് വിഷമിച്ചിട്ട് നമ്മൾ കാര്യമുണ്ടോ? ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന റൈഫിൾ ക്ലിപ്പിൽ ഇപ്പോൾ അസാധ്യമായിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെച്ച ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായ പൊന്നമ്മ ബാബു. പൊന്നമ്മ ചേച്ചി, വെൽക്കം ടു ടി സ്റ്റുഡിയോസ്. നമസ്കാരം. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ഭയങ്കര പ്ലസൻറ്റബിൾ ആയിട്ടുള്ള ഒരാളാണ്. ചിരിയാണെങ്കിലും എപ്പോഴും ആ ചിരി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ സംസാരമാണെങ്കിൽ എല്ലാവരും എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ചേച്ചിയായിട്ട് മിണ്ടാൻ വേണ്ടിയിട്ട്. ആക്ച്വലി എങ്ങനെയാണ് ഈ ഒരു റൈഫിൾ ക്ലബിലേക്ക് എത്തിയത്? ആഷിക്ക് പറഞ്ഞിട്ട് തന്നെ അവിടെ നിന്ന് വിളിക്കുന്നത്. ഇനി 20-25 ദിവസം ഡേറ്റ്സ് വേണം ചേച്ചി, ഒരു ക്ലബ്ബാണ്. കഥാപാത്രങ്ങൾ അങ്ങനെ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചില്ല. ക്ലബിലെ ഒരു രാമേട്ടനാണ് എൻ്റെ ഹസ്ബൻഡായിട്ടെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ക്ലബ്ബ് എന്നൊക്കെ വിചാരിച്ചു വലിയ വലിയ സൊസൈറ്റി ആൾക്കാരാണല്ലോ ക്ലബിലൊക്കെ വരണേ, അതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ടോട്ടലി കംപ്ലീറ്റ് എന്താ പറയണേ, അപ്പിയറൻസും കഥാപാത്രവും ഞാൻ ഉദ്ദേശിച്ചത് വേറെ. ഞാൻ ഉദ്ദേശിച്ച് ചെന്നത് ഒന്ന്, അവിടെ ചെന്ന് ചെയ്തത് വേറെ. അങ്ങനെയാണ് ആ കഥാപാത്രം. അവർ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ഇന്ന പോലെയാണ്, പിന്നെ ഇതുപോലെയാണ് എന്നാണ്. ശ്യാം പുഷ്കറായിരുന്നു അത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നത്. ഏതായാലും തോക്കെടുത്തുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? തോക്കെടുക്കാൻ ജീവിതത്തിൽ ആദ്യമായിട്ടോ തോക്കൊക്കെ എടുക്കുന്നത്. സാധാരണ നമ്മൾ എന്താ പറയണേ, ഞാൻ ഇതുവരെ ഒരു നാടകത്തിൽ പോലും ഞാൻ തോക്കെടുത്തിട്ടില്ല. പിന്നെ അത് തോക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ടായിരുന്നു, പഠിപ്പിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തോക്കെടുത്ത് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ വെടി വെക്കുമ്പോൾ നമ്മൾ പേടിക്കും. നമ്മളിങ്ങനെ വെച്ചില്ലേ പൊട്ടിച്ചു, നമ്മൾ ഞെട്ടു ആദ്യം. അങ്ങനെ കുറെ ഞെട്ടലെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞെട്ടാതിരുന്നൊക്കെ ഷോട്ട് എടുത്തത്. എല്ലാവരും അല്ല, എനിക്ക് പിന്നെ ചെറിയ തോക്കായിരുന്നു, അവരുടെയൊക്കെ വലിയ തോക്കായിരുന്നു. അതിനൊക്കെ ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും വലിയ തോക്കെടുത്ത ആൾക്കാരൊക്കെ ഒത്തിരി വിഷം വെച്ച ആൾക്കാർ. ഞാനും കുട്ടേട്ടന് വലിയ തോക്കായിരുന്നു, ചെറിയ തോക്കായിരുന്നു. ഇപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ചെറിയ തോക്കാണോ വലിയ തോക്കാണോ. കുട്ടേട്ടൻ പിന്നെ ഇരുന്നോണ്ടുള്ളതായിരുന്നേ. മറ്റുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടോടിയൊക്കെ പോകുന്നവരാകുമ്പോൾ വലിയ തോക്കല്ലേ എല്ലാം. സുരഭിയുടെ കയ്യിലായാലും ഉണ്ണിമായുടെ കയ്യിലായാലും വാണി വിശ്വനാഥൻ്റെ കയ്യിലായാലും ഒക്കെ എല്ലാവരുടെ കയ്യിലും വലിയ തോക്കുകളാണ്. അപ്പോൾ അത് അവർക്ക് വലിയ വെയിറ്റ്. ഞാനൊന്ന് എടുത്ത് നോക്കിയായിരുന്നു ആ തോക്ക്. എടുത്ത് നോക്കി ഞാനൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ ഞാൻ തന്നെ ഓർത്ത്, ദൈവമേ ഇത് എങ്ങനെ ഇവർ ഈ തോക്ക് ഇങ്ങനെ ഉയർത്തുന്നു, ദൈവം ഇതെങ്ങനെ എൻ്റെ കയ്യിൽ അങ്ങനെ എനിക്ക് വരുമോ എന്നൊക്കെ എനിക്ക് ടെൻഷനായത്. കാരണം ആ പടം തുടങ്ങുന്ന ലാസ്റ്റ് വരെ വെടിയുടെ ഒരു കാര്യമായിട്ട് അതിനകത്ത് എനിക്ക് വരുന്നില്ല ഒന്നും. എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ തോക്കില്ലാത്തതേ ഉള്ളൂ. ബാക്കി എല്ലാവരുടെ കയ്യിലും തോക്ക് ഏകദേശം വന്നു കഴിഞ്ഞു. തുടക്കത്തിൽ തന്നെ തോക്ക് എല്ലാവരുടെയും കാണിക്കുന്നു, എൻ്റെ കയ്യിൽ മാത്രം കാണിച്ചിട്ടില്ല. ലാസ്റ്റ് ഒരു ഡയലോഗിലാണ് അതെല്ലാം മാറ്റി പറയുന്നത്. അത് അവരെ സസ്പെൻസ് ഏരിയ ഇട്ടിരുന്നതാണ്. അതിപ്പോൾ അന്ന് റൈഫിൾ ക്ലബ് റിലീസ് ആകുന്നതിന് മുമ്പ് ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, തോക്കിന്റെ കാര്യങ്ങളോ ഒന്നും. നമുക്കൊക്കെ സസ്പെൻസ് ഏരിയ അല്ലേ. അപ്പോൾ പിന്നെ അതിന് ശേഷമാണ്, ഇപ്പോൾ എല്ലാവരും കണ്ടതിന് ശേഷമാണ് അത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ചേച്ചി, ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ചേച്ചിയിൽ നിന്ന്. ഭയങ്കര ക്ലാപ്സും. ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇരുന്ന് കണ്ടതാണ്. ഞങ്ങളെല്ലാവരും കൂടി ഫോറം മോളിലാണ് ഇരുന്ന് സിനിമ കാണുന്നത്. ഞങ്ങളെല്ലാം ആശിക്കും ഞങ്ങളുടെ ഒന്ന് പൊക്കോട്ടെ ട്രെയിനാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു കാരണം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഫ്ലൈറ്റിന് പോയാലും പല ഏരിയയിൽ ഫ്ലൈറ്റ് ആയിരിക്കും, ഞങ്ങൾക്ക് ട്രെയിനാണ്. എത്ര വർഷമായി ഇവിടെ?
14 വർഷമായി. കഴിഞ്ഞല്ലേ? പോട്ടെ ഇതായിരിക്കും മറ്റേ പുഡ്സ്. അതിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ അറിയാം പുഡ്സായിരിക്കുമെന്ന്. കാരണം സ്റ്റോപ്പ് ഇവിടെ ഇല്ല പല ട്രെയിനിലും. പക്ഷെ എനിക്കിഷ്ടം അത് കാണാൻ. ഞാൻ ഈ വീട് ഞങ്ങൾ വാങ്ങിയതായി വീട്, ലണ്ടൻകാരുടെ വീട്. അപ്പം ഞങ്ങളിവിടെ വീട് വന്ന് നോക്കിയ സമയത്ത് അതൊക്കെ ഉണ്ടായിരുന്നു, വീട് വാങ്ങുമ്പോൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ വീണ് പോയേ ഈ വീട് വന്നിട്ട്. ഇത്ര ദൂരെ ഞാൻ ടൗണിൽ നിന്ന് എങ്ങോട്ട് വരുന്നത്, ഞാനിവിടെ വയറ്റിലേ താമസിച്ചിട്ടിരുന്നത്. അപ്പോൾ ഇവിടെ ട്രെയിനൊക്കെ പോകുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം. ട്രെയിനൊക്കെ പോകുന്നുണ്ടല്ലോ, ഇവിടെ ഇരുന്ന് കാണാമല്ലോ എന്നൊക്കെ ഭയങ്കര. പിന്നീട് ഈ ഒച്ചയും ബേളം ആയപ്പോഴത്തേക്ക് എനിക്ക് പിന്നെയും പറ്റത്തെ പോക്കുക. പക്ഷെ വരുന്ന ചിലപ്പോൾ ഗസ്റ്റുകളൊക്കെ ആ മുറി കിടക്കുമ്പോൾ ചിലരൊക്കെ പേടിച്ച് എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പം അതൊക്കെ നമുക്ക് ശീലമായി. തുടങ്ങാം. അമ്മ എവിടെ ഞാൻ പറഞ്ഞു നിർത്തിയേ? നമ്മുടെ ഞങ്ങൾ ആഷിക്കും ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്നാണ് ഞങ്ങൾ സിനിമ കണ്ടേ. അപ്പോൾ തന്നെ തിയേറ്ററിനുള്ളിൽ നമ്മുടെ പറയുന്ന വാക്കുകൾക്കും നമ്മൾ ചെയ്യുന്ന തോക്ക് എടുത്ത് വെടിവെക്കുന്നതിൻ്റെ ആ സംഭവത്തിനൊക്കെ ഭയങ്കര ക്ലാപ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ക്ലാപ്സും ഭയങ്കര കയ്യടിയൊക്കെ മറ്റുള്ള പിന്നെ തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നു പറഞ്ഞു. നമ്മുടെ ഈ മൾട്ടിപ്ലെക്സ് തിയേറ്ററുകളിൽ ആൾക്കാർ അധികം ഇങ്ങനെ ഒരു എല്ലാവരും ഇങ്ങനെ മനസ്സിലുണ്ട്. എന്നാലും അതിന് കുറച്ചുപേര് വെളിച്ചാടിയിട്ട് അവിടെ ഒച്ചമേളൊക്കെ ഇട്ടു. ആ സമയത്ത് അല്ലാതെയുള്ള തിയേറ്ററിലൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര എന്താ പറയുക കയ്യടിയും ബഹളം എന്നാ പറയുന്നത്. പിന്നെ എന്നെ കുറേ പേര് വിളിച്ചു, എന്നെ എവിടെ നിന്നൊക്കെ നമ്പർ തപ്പി എന്നെ കുറേ പേര് വിളിച്ചു. കുറേ പേര് ഫേസ്ബുക്കിൽ മെസ്സേജ്, അല്ലാതെ വാട്സപ്പിനകത്ത് മെസ്സേജുകൾ പിന്നെ വിളിക്കുന്നു പടം കണ്ട ഉടനെ തന്നെ എന്നൊക്കെ. ഭയങ്കര സന്തോഷം. ചേച്ചിയുടെ ആ ഒരു സീൻ ആയപ്പോഴാണ് എല്ലാരും കൈയടിച്ചത്. പ്രതീക്ഷിക്കുന്നില്ല, അതുകൊണ്ട് അവിടുന്ന് ആ ഒരു സംഭവം പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇപ്പൊ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്നത് എല്ലാരും, അതായത് ഒരു വമ്പൻ ആർട്ടിസ്റ്റുകളുടെ ഒരു ക്രൂ തന്നെയായിരുന്നു. എല്ലാ ജനറേഷനിലുള്ള ഒരു മിക്സപ്പ് ആയിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നത്. അപ്പം സെറ്റിലൊക്കെ ഭയങ്കര വൈബായിരിക്കും എനിക്ക് ഉറപ്പായിരുന്നു. തീർച്ചയായും വാണി ഞങ്ങൾക്ക് ഇതിനകത്ത് വെച്ചാൽ വാണിയും ഒരു റീ എൻട്രി ആയിരുന്നു ഈ പടം. കാരണം വാണിയായിട്ട് ഞാനൊരു 10-20 കൊല്ലം മുമ്പ് വാണി ഞാൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സ്വർണ്ണകിരീടം, പിന്നെ നഗരവധു, അങ്ങനെ 1-2 പടം ഞാൻ വാണിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വാണി കത്തി നിൽക്കുന്ന സമയം ആക്ഷൻ, നമുക്കൊരു ആക്ഷൻ ഹീറോയിൻ എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിൽ എത്തുന്ന വാണി വിശ്വനാഥും വിജയശാന്തിയുമാണ് നമ്മുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്നത്. അപ്പോൾ ആ വാണി അവർ വെച്ച് ഞങ്ങൾ അന്നും വലിയ അന്നത്തെ വാണി തന്നെയാണ് ഇന്നും. ആ സ്വഭാവവും ആ പെരുമാറ്റവും എല്ലാം ഒന്നും ഒരു മാറ്റം വന്നിട്ടില്ല. ആ സ്നേഹമൊക്കെ വീണ്ടും വാണി വന്നു, ഞങ്ങൾ വാണി ഉണ്ടായി. പിന്നെ നമ്മൾ ഉണ്ണിമായിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുക. സുരഭിയായിട്ട് 1-2 പടങ്ങൾ ഞാൻ ചെയ്ത് 1-2 സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ പടത്തിലല്ല, നമ്മൾ സ്റ്റേജ് ഷോസിനൊക്കെ സുരഭിയല്ല അമ്മയുടെ ഷോയൊക്കെ വരുമല്ലോ, ആ സമയത്ത് സുരഭിയൊക്കെ ആയിട്ട് അറിയാം. സുരഭി ചേച്ചി ഭയങ്കര പറയണ്ട, കോമഡിയുടെ ബിറ്റ് എന്ന് പറഞ്ഞാൽ ചിരിച്ച് മടുക്കും. പിന്നെ കൂട്ടുകാരൻ ഞാനും പിന്നെ ഭാര്യയും ഭർത്താവുമായിട്ട് ഒരുപാട് പടങ്ങൾ ഞങ്ങൾ പല പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് ദിലീഷ് പോത്തനൊക്കെ ആ ഒരു ഗ്യാങ്ങിൻ്റെ ഒരു സിനിമ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഗ്യാങ് എനിക്ക് ആഷിഖ് കപൂർ, ശ്യാം പുഷ്കർ, ദിലീഷ് നായർ, അങ്ങനെ ഒരു അവരുടെ ആ ഒരു പടത്തിൽ ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തോ ഒരു നിമിത്തം പോലെ അതങ്ങോട്ട് ഞാൻ പോലും അറിയാതെ ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്താണ് എനിക്കിത് വന്നു ചേരുന്നത്. എന്തായാലും അത് ഒരുപാട് സന്തോഷം. അതുപോലെ റാപ്പർ ഹനുമാൻ കൈറ്റ്, അയ്യോ ആളെങ്ങനെ ഉണ്ടായിരുന്നു? ഹനുമാനെ ഞാൻ ആദ്യം അവിടെ വെച്ച് കാണും. സൂരജാണ്. സൂരജും ഹനുമാനും രണ്ടും ഉണ്ട്. അപ്പോൾ ഒരാളാണ്ട് എന്നെ പരിചയപ്പെട്ടു. ഞാനവിടെ അടുത്തിരിക്കുമ്പോൾ ഈ പയ്യൻ എല്ലാം ഞാൻ അറിയാത്ത കുറേ മുഖങ്ങളായിരുന്നു അവിടെ കൂടുതലും. പിന്നീട് അവരെല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമായി ആ മുഖങ്ങളെല്ലാം. അപ്പം ഹനുമാൻ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഇതുപോലെ ഒരു പയ്യൻ ഇങ്ങനെ ആ വരുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, യെല്ലോ നമ്മുടെ ഈ വീട്ടിൽ ഇവിടെ ക്ലബിലോട്ട് വരുന്ന ആ ഡ്രസ്സായിട്ടിരിക്കുന്നത്. അപ്പം ഞാനിത് പുള്ളി സിംഗറാണെന്നോ അല്ലെങ്കിൽ പുള്ളി വലിയ പാട്ടുകാരനാണെന്നോ, അന്ന് പുള്ളി ഇത് വേൾഡ് ആയിട്ടില്ല. ഈ പടത്തിൽ വന്ന് അഭിനയിച്ചതിന് ശേഷമാണ് മറ്റേ സോങ് ചെയ്യുന്നതും വേൾഡ് ലെവലിൽ പുള്ളി ഭയങ്കരമായിട്ട് പുള്ളി അങ്ങോട്ട് പിന്നെ പുള്ളിക്ക് ഭയങ്കരമായിട്ട് മൈലേജ് ഉണ്ടാവുന്നത്. അന്നേരം അവിടെ ഞാൻ കാണുമ്പം ഞാനപ്പം ഇതേതാ ഈ പയ്യൻ. അപ്പം അതിന് ഒരു കൂസലില്ലാത്ത നടപ്പൊക്കെ. അപ്പം എനിക്ക് ആ നടത്തവും ആ ലുക്കും വരവും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ആരോട് ചോദിച്ചു, അവിടെ ഇരുന്നോട് ചോദിച്ചു,
ഇതാര് ഏതാ ഈ പയ്യൻ പറഞ്ഞു. ഇത് പൊന്നമ്മച്ചിക്ക് അറിയത്തില്ല, ഇവിടെ നമ്മുടെ ഈ യൂത്തിൻ്റെ ഒരു ഭയങ്കര ആരാധന പാത്രമാണ്, ഭയങ്കര പാട്ടുകാരനൊക്കെയാണ്. അപ്പം നമുക്ക് ആ സെക്ഷനിലെ പാട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ അതിനായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. ആ ഭാഗത്തോട്ട് നമ്മളില്ലാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ചേച്ചിക്ക് അറിയാം. അപ്പോൾ എന്നെ യൂട്യൂബിൽ എടുത്തിട്ട് അവർ പാടിയ പാട്ടുകളൊക്കെ ഇങ്ങനെ കാണിച്ചു. എനിക്ക് ഞാൻ പറഞ്ഞു ഈ പയ്യനാണോ? അപ്പോൾ സൂരജ്, ഞാൻ പറഞ്ഞ ഹായ് മോനെ. ഹായ് ചേച്ചി, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ, ഞാൻ വലിയ ഫാനാണ് ചേച്ചിയുടെ. എൻ്റെ വീട്ടിലെല്ലാവർക്കും ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. ഭയങ്കര എളിമയായിരുന്നു. ആ എളിമ ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയെല്ലാം ലോകം മുഴുവൻ അറിയുന്ന ഒരാളായിട്ട് പോലും ആ എളിമയെന്ന് ഒരു തരി പോലും മാറിയിട്ടില്ല. ഇപ്പോഴും ആ എളിമ, ആ സ്ഥാനത്തിനനുസരിച്ചുള്ള എളിമ ഇപ്പോഴും ഉണ്ട് ഹനുമാൻ ഖൈൻഡിനുണ്ട്. അങ്ങനെ വേണം. തീർച്ചയായും നമ്മൾക്ക് ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങളല്ല. ദൈവം നമുക്ക് ഓരോ കാര്യങ്ങൾ തരുന്ന ഓരോ നേരത്തും നമ്മൾ വെറുതെ എന്തിനാ അഹങ്കരിക്കുന്നത് എന്തിനാ? അപ്പം ഞാൻ ആ പയ്യന് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷവും. ഇപ്പം ഞങ്ങൾ പ്രൊമോഷനും ഞങ്ങളുടെ റിലീസ് ചെയ്യുന്ന സമയത്ത് വന്നു. തലേദിവസം പ്രൊമോഷൻ ഉണ്ടായിരുന്നു ചാനലിനൊക്കെ വേണ്ടിയിട്ട്, അന്നേരം വന്നു. അന്നേരമൊക്കെ നമ്മളിലൊരാളായിട്ട് വന്ന് നമ്മളെ കണ്ടപ്പോഴേ ചേച്ചിയെ എന്നും പറഞ്ഞ് വന്ന് കെട്ടിപ്പിടിക്കുക, നമ്മളെ ഹക്ക് ചെയ്യുക, നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുക. ഞങ്ങൾ അന്ന് അവിടുന്ന് ഇവിടുന്ന് നമ്മുടെ ക്രൗൺ പ്ലാസയിൽ നിന്ന് പിരിയാൻ നേരത്ത് ഞാൻ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ ഇനി എന്നാ നമ്മൾ തമ്മിൽ കാണുക, നമ്മൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണും ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ അവിടുന്ന് പിരിഞ്ഞ് നല്ല ഒരു നിമിഷങ്ങളായിരുന്നു അതൊക്കെ. നല്ല സമയവും നല്ല നിമിഷം, അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഒരുപാട് ഇങ്ങനെ നമ്മുടെ മെമ്മറിയിൽ നമുക്ക് സൂക്ഷിക്കാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഒരുപാട്. അതേപോലെ വിജയരാഘവൻ കൂട്ടേട്ടൻ നമ്മുടെ എന്താ പറയുക ചങ്കല്ലേ. കൂട്ടേട്ടൻ എന്ന് പറഞ്ഞാൽ കൂട്ടേട്ടൻ നാടകത്തിൽ നിന്ന് ഞാനും ഒക്കെ നാടകത്തിൽ നിന്നല്ലേ. കുട്ടേട്ടൻ്റെ ഹീറോയായ കുട്ടേട്ടനും ദിലീപും നായകനാകുന്ന പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്ന ആ സിനിമയിൽ പടനായകൻ. 1996. എൻ്റെ ഫസ്റ്റ് പടം പടനായകൻ ഞാൻ വരുമോ കാല് വെക്കുമ്പോൾ അന്ന് ദിലീപും പിന്നെ കുട്ടേട്ടനുമാണ് ഹീറോ. അതിനുശേഷം പിന്നെ കുട്ടേട്ടൻ്റെ കൂടെ പിന്നെ പല പടങ്ങളും ഞങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് ഒരുപാട് പടങ്ങൾ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. കുട്ടേട്ടന് നല്ല രസമാണ്. കുട്ടേട്ടൻ ഞങ്ങളെല്ലാവരും, ഞാനും കുട്ടേട്ടനും സുരേഷ് കൃഷ്ണേ ഉള്ളൂ കുറച്ചൊരു സീനിയർ ആ ഒരു രീതി നിൽക്കുന്ന ആർട്ടിസ്റ്റ്. പക്ഷെ ഞങ്ങളൊക്കെ അവരോട് യൂത്തിൻ്റെ കൂടെ അങ്ങ് ആയി. ഞങ്ങളെന്തോ ഞങ്ങൾക്ക് ആ പ്രായം, ഞങ്ങൾക്ക് ഇത്ര അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇത്ര അവരുടെ കൊച്ചു പിള്ളേരുടെ പ്രായമൊന്നും ഞങ്ങൾ മനസ്സിൽ കണ്ടില്ല. ഞങ്ങൾ അവരോട് അടിച്ചു പൊളിച്ച് മാക്സിമം അവരോട് എൻജോയ് ചെയ്ത് നമ്മൾ അവിടെ അടിച്ചു പൊളിച്ചു. ക്ലബിൽ ഇപ്പം മിസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും മിസ് ചെയ്യുന്ന എല്ലാവരും ഒരുമിച്ച്. കാരണം ഞങ്ങളെ ഒരു കുടുംബം പോലെ എല്ലാവരും ഒറ്റൊരു, ഞാനത് പറഞ്ഞാലും എല്ലാ ഇൻ്റർവ്യൂവിലും ഞാൻ ഇത് തന്നെയാണ് പറയണേ. എന്നാ വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു സെറ്റ് അങ്ങനത്തെ ആയിരുന്നു. കാരണം ക്യാരവനൊന്നുമില്ല, ഞങ്ങളെല്ലാം ക്യാരവൻ ഉണ്ടായിരുന്നത് അനുരാഗ് കശ്യപ് സാറിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാറാണ് അതിനകത്ത് ഇരിക്കുകയില്ല. സാറ് ഞങ്ങളോടൊപ്പം വന്നിരുന്നു. ഞങ്ങൾക്ക് അവിടെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലിക ഒരു വീട് പോലെയാണ് പണിത്. അതിനകത്ത് ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് കട്ടിലും ഞങ്ങൾക്ക് പിന്നെ ടിവിയും സോഫയും അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിന് വേറെ അതിനകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂമും എല്ലാം ഞാൻ നോക്കുന്ന ക്യാരവനേക്കാളും ഭയങ്കര ഫെസിലിറ്റീസ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്ന സൗകര്യങ്ങൾ. അതുപോലെ ആണുങ്ങൾക്കും, അതുപോലെ കോസ്റ്റ്യൂം, അതുപോലെ മേക്കപ്പ്, എല്ലാവർക്കും നല്ല രസമായിരുന്നു. അപ്പോൾ ഇവർ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിസ്റ്റ് ഞങ്ങൾ ഈ പറയുന്നവരെല്ലാം പോയി ഞങ്ങളെല്ലാവരും ഒരുമിച്ചങ്ങിരിക്കും. ഒരുമിച്ചിരുന്ന് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് സമയം പോകുന്നത് അറിയില്ല. ഇനി അഥവാ ഉറക്കോ ക്ഷീണം വരുവാണെങ്കിൽ അതിൽ നിന്ന് ഒരാൾ പോയി അവിടെ പോയി കിടന്ന് ഉറങ്ങും. ഉറങ്ങിയാലും കിടത്തില്ല, അവിടുത്തെ സുരഭി വന്ന് കുത്തിപ്പോക്കും എഴുന്നേക്കെന്നും പറഞ്ഞിട്ട്. അതെ, പൊന്നൂഷണമെന്ന് കിടക്കുവാണ് എഴുന്നേറ്റെന്നും പറഞ്ഞ് എന്നെ കുത്തിപ്പോക്കും. അങ്ങനെ എഴുന്നേറ്റ്. പിന്നെ സുരഭി അവിടെ മൊത്തം ഒരു ഓളമായിരുന്നു. അവിടെ സുരഭി ഉണ്ടായിരുന്ന സത്യം പറയാമല്ലോ, ഭയങ്കര ടൈം പാസ് ആയിരുന്നു സുരഭി. നല്ല രസമായിരുന്നു അവിടെ. അപ്പോൾ അതുപോലെ ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ പോയിച്ച് വരുമ്പോൾ ഓരോ സാധനങ്ങൾ കൊണ്ടുവരും. വീട്ടിൽ പോയിച്ച് വരുമ്പോൾ അതെല്ലാം കുട്ടേട്ടൻ കൊണ്ടുവരും, കുറേ രാമേട്ടൻ കുറേ ഫുഡ്, നമ്മുടെ ചിപ്സ് മറ്റേ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോകും. അതെല്ലാം സുരഭിയുടെ കയ്യിലാണ് ചെയ്യുന്നത്. സുരഭിയാണ് സ്റ്റോർ ചെയ്യുന്നതും. അത് വരാത്തവർക്ക് എടുത്തു വെക്കുകയും ആദ്യം ഒരു പങ്ക് അതിലില്ലാത്ത ആൾക്കാരുണ്ടാവും, അവർക്കൊരു പോർഷൻ എടുത്തു വെച്ചേക്കും. എന്നിട്ട് അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കും. അല്ലെ അപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഇതെല്ലാം മൊത്തം വിളമ്പി തീർക്കത്തില്ല. ബാക്കിയുള്ളതൊക്കെ കുറച്ച് നമ്മളെടുത്ത് നമ്മൾ വീട്ടിലുള്ളവർക്കും അങ്ങനെയല്ലേ, ഒരു കുറേ സാധനം കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ട് അവർക്കുള്ള നമ്മൾ എടുത്തു വെക്കുമല്ലോ. ബാക്കിയല്ല എന്ന് പറയുന്ന പോലെ ആയിരുന്നു അവിടെ എല്ലാം. അതെ അതെ, അതുകൊണ്ട് എല്ലാവരെയും മിസ് ചെയ്യുക. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സീനായിരുന്നു പൊന്നമ്മ ചേച്ചി ആ ഒരു വെടി വെക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തു നിന്നാണ് ആ വെടി വെക്കുന്നത്.
സോ ഞാൻ സ്പോയിലർ കൊടുക്കുന്നില്ല, എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഈ ഒരു ക്യാരക്ടറിനെ പറ്റി പറഞ്ഞ സമയത്ത് ചേച്ചി എത്രമാത്രം എക്സൈറ്റഡ് ആയിരുന്നു അത് ചെയ്യാൻ? അത് എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ഉണ്ണിമായി എന്നപ്പോഴേ പറഞ്ഞു പൊന്നൂസൻ ഇത് കണ്ടു, ഈ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഇത് ആൾക്കാർ കണ്ടു കയ്യടി വരുന്ന സാധനമാണ്. ഒന്ന് രണ്ട് സ്ഥലത്ത് 2-3 സ്ഥലത്ത് ലാസ്റ്റ് ക്ലൈമാക്സിൽ ഞാനൊരു സാധനം വരുന്നുണ്ടല്ലോ, എല്ലാവരും ഇത്ര ബാക്കി ഞാനല്ലേ പറയുന്നത്, ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത് മിക്കവാറും നല്ല ഇത് കണ്ടുവന്നു എൻ്റെ അടുത്ത് ഉണ്ണിമായി പറയായിരുന്നു. ഉണ്ണിമായി പറഞ്ഞപ്പോൾ ഞാൻ അത്രയും ഒരു സീരിയസ്നെസ് ആക്കിയില്ല. പിന്നെ അത് എടുത്തു പറയേണ്ടത് നമ്മൾ ആഷിക്കിൻ്റെ ഒരു ഡയറക്ഷൻ, ആഷിക്കിൻ്റെ ഒരു ക്യാമറ, അത് രണ്ടും കൂടെ മൾട്ടി ടാസ്കിങ്. അയ്യോ ആണോ. പിന്നെ ശ്യാം പുഷ്കർ ഉണ്ടായിരുന്നല്ലോ സെറ്റിലെ, ശ്യാമു ഉണ്ടായിരുന്നു, ശ്യാം പുഷ്കർ ഉണ്ടായിരുന്നു, പിന്നെ സുഹാസ് സെറ്റിലുണ്ടായിരുന്നു, ദിലീഷ് നായർ, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. മാറി മാറി എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ സാധാരണ ഒരു ഡയറക്ടറുടെ പടം പോലെയല്ല ആഷിക്ക് ഭയങ്കര ഒരു നമ്മളെല്ലാം ഭയങ്കര ഫ്രീ, നമുക്ക് ഭയങ്കര നമുക്ക് റിലാക്സ് ചെയ്ത് നിന്ന് അഭിനയിക്കാം. നമുക്കൊരു വളരെ അത് ഞാൻ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷാഫി സാറിൻ്റെ പടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലാൽ ജോസിൻ്റെ പടങ്ങൾ ഒക്കെ നമ്മളെ ഫ്രീ ആയിട്ട് വിട്ടേക്കും. എന്ന് പറയുന്ന പോലെ എനിക്ക് ആഷിക്കിൻ്റെ ഭയങ്കരമായിട്ട് എനിക്കത് എന്താ പറയുക, അത്രയും ഫ്രീഡമായിരുന്നു ആ പടത്തിനകത്ത്. അപ്പം അത്രയും ഒരു നമുക്ക് കൊടുക്കാനും പറ്റിയാവും. പിന്നെ തീർച്ചയായും അത് പറയും. ഷാം വന്നിട്ട് കാര്യങ്ങൾ പറയും. കാരണം വെച്ചാൽ ഞാൻ ഈ കണ്ട കാലം അത്രയും അഭിനയിച്ചതുപോലെ ഉള്ളതുപോലെ അല്ല ഈ പടം. കാരണം ഈ പടത്തിനകത്ത് സാധാരണ നമ്മൾ പറയില്ല, ചില പടത്തിലൊക്കെ ഒരുപാട് ഡയലോഗ് ഉണ്ടെങ്കിൽ ആൾക്കാരെ ശ്രദ്ധിക്കുള്ളൂ എന്നൊക്കെ പറയില്ലേ. അങ്ങനത്തെ ഒരു പടമല്ല. ഇതൊരു ഡയലോഗുകൾ വേണമെന്നില്ല, നമ്മുടെ ഒരു ലുക്ക് മതി, നമ്മുടെ ഒരു നോട്ടം മതി. ഒരു നോട്ടവും ഒരു ലുക്കും കൊണ്ടും ഒക്കെ ഒരു പടം ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക. ഡയലോഗുകളെല്ലാം ഇന്ന് കഞ്ഞു സേറാനെല്ലാം വിളിച്ചു പറയാം, അതേ ഇപ്പം അന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഡയലോഗ് എല്ലാം കുറഞ്ഞു, ഉള്ള ഡയലോഗ് അല്ല സീരിയലിലാണ്. ഇപ്പോൾ സീരിയലുകാരുള്ള ഡയലോഗ് പറയുന്നതെന്ന്, സിനിമകളിൽ ഡയലോഗ് കുറഞ്ഞെന്ന് എന്ന് പറയാം. എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. ഞാൻ രണ്ടും ചെയ്യുന്നതുകൊണ്ടായിരിക്കും അവരെൻ്റെ അടുത്ത് പറഞ്ഞതേ. അപ്പോൾ അത് എനിക്കൊരു നല്ലൊരു അനുഭവങ്ങളായിരുന്നു. ഇപ്പം ലാലേട്ടൻ കഴിഞ്ഞ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരുപാട് പണ്ടത്തെ ലെജൻസ് നമ്മളെ വിട്ടുപോയി എന്നുള്ളത്. ഇപ്പോൾ ജഗതിച്ചേട്ടനാണെങ്കിൽ സിനിമയിൽ നിന്ന് നമ്മളെ വിട്ടുപോയി. അതുപോലെ നെടുമുടി വേണിച്ചേട്ടൻ, ഇന്നസെൻ്റ്, സുകുമാരിയമ്മ, KPS ലളിത. അപ്പം ഇവരുടെയൊക്കെ ആ ഒരു റീപ്ലേസ് ചെയ്യാൻ ആരുമില്ല. അവരുടെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഇല്ലയെന്ന് പറഞ്ഞ ലാലേട്ടൻ വിഷമിച്ചാണ് ആ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു പുതിയ സെറ്റായിരുന്നല്ലോ ക്രൂ? ഇപ്പോൾ ചേച്ചി പറഞ്ഞു പരിചയമില്ലാത്ത ആളുകളുടെ കൂടെയായിരുന്നു. അപ്പോൾ ഒരു ശൂന്യത ഫീൽ ചെയ്തായിരുന്നു, അവരില്ല എന്നുള്ളൊരു ഫീല് തോന്നിയിരുന്നു? അവരില്ല എന്നുള്ള ശൂന്യത ചെയ്യുന്ന വെച്ചാൽ ഞാനിപ്പോൾ ഒരു ന്യൂജൻ ആൾക്കാരുടെ അല്ലേ അവിടെ ചെന്നേ. നമ്മളെല്ലാം ഒരുമിച്ച് ഈ പഴയ ആൾക്കാർ ഉണ്ടായിരുന്ന പടം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ലളിത ചേച്ചി, പൊന്നമ്മ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചേട്ടത്തി അനിത്യന്മാരായിട്ട് അഭിനയിച്ചൊരു പടമായിരുന്നു പാവ എന്ന് പറഞ്ഞ പടം. അതിലെല്ലാവരും ഉണ്ടായിരുന്നു. ഇല്ലയെന്നൊരു നിമിഷം നമ്മൾ ഓർക്കുമ്പോൾ നമുക്കത് നമ്മളത് ചോദിക്കുമ്പോൾ ഞാനതാ കുമ്പിട്ടിരുന്നേ. കാരണം വിഷമമുണ്ട് ഉള്ളിൽ. നമുക്ക് വിഷമിച്ചിട്ട് നമ്മൾ കാര്യമുണ്ടോ? ഇല്ല. പിന്നെ അവരൊക്കെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വിശ്വസിക്കാനാ എൻ്റെ മനസ്സിനെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത്. അവരുടെ സിനിമകൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. എവിടെ നിന്നൊക്കെയോ അവർ സിനിമ ചെയ്യുവാണ് എന്നുള്ളതാണ്. പൊന്നമ്മ ചേച്ചി ആയാലും ലളിത ചേച്ചി ആയാലും അതുപോലെ തന്നെ നമ്മുടെ രാജേട്ടന്, മുരളിച്ചേട്ടന്, കൊച്ചിൻ കനീഫിക്ക, നന്ദപ്രസാദ് സാറ്, എൻ എഫ് ഫറീസ് ചേട്ടന്, അങ്ങനെ മുരളിച്ചേട്ടന്, അങ്ങനെ എല്ലാവരും നമ്മളെ വിട്ടിങ്ങനെ ഇല്ലെന്നറിയുമ്പോഴേ എന്തുമാത്രം ഞാൻ പല കഥാപാത്രങ്ങളും അവരില്ലാത്തതിൻ്റെ പേരിൽ നമ്മളൊക്കെ അവിടെ സ്റ്റക്കായി പലപ്പോഴും. പിന്നെ എന്ത് ചെയ്യാനാ, മണിയുടെ കാര്യം അല്ല, അവൻ മണി ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടായിരുന്നു മണിച്ചേട്ടനെ പറ്റിയിട്ട്. ഞാനത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ആ ഒരു വിഷമം നമുക്കെല്ലാം ഉണ്ട്. അതിനെ മറികടന്നല്ലേ പറ്റുള്ളൂ. എന്നായാലും നമ്മളൊക്കെ ഒരു കാലത്ത് സമയത്ത് പോകേണ്ട ആൾക്കാരാ. എല്ലാവർക്കും അറിയാം, ആരും ഈ ലോകത്ത് അങ്ങേറ്റം വരെയൊന്നും ജീവിച്ചിരിക്കത്തില്ല. പക്ഷേ പോകുന്നവരെ ഓർക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. പിന്നെ അതിലും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ് അമ്പിളിച്ചേട്ടൻ. അമ്പിളിച്ചേട്ടൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പോയപ്പോൾ അമ്പിളിച്ചേട്ടനെ കണ്ടപ്പോൾ അമ്പിളിച്ചേട്ടൻ്റെ അയിരിപ്പും ഭാവം എല്ലാം കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. പിന്നെ നമ്മൾ ചെന്ന് കാണുമ്പോൾ നമ്മളെ ഒരു സന്തോഷമാണ്. കാണുമ്പോൾ മനസ്സിലാക്കുക, ചുണ്ടണിക്ക് നമ്മുടെ പേര് പറയുക, അതൊക്കെ കണ്ടപ്പോൾ. ചേച്ചിയുടെ ഒരു കരിയോഗ്രാഫിൽ ഇപ്പോൾ വാഴുന്നോണിൽ ഒരുമിച്ച് ഒത്തിരി ഉണ്ട്. വാഴുന്നവര്, കൺമഷി, മയിലാട്ടം, നേരിക്കൊണ്ടൊരു കുഞ്ഞാട്,
പിന്നെ ഭരതൻ ഒത്തിരി പടമാണ് ഞാൻ അമ്പിളിച്ചേട്ടൻ ജോലിയിലുള്ള അത്ഭുത ദ്വീപ് എത്രയോ പടങ്ങൾ ഞാൻ അമ്പിളിച്ചേട്ടൻ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ജഗച്ചേട്ടൻ്റെ കൂടെ ഉള്ള ഒരു മെമ്മറീസ് ആയതില്ല നമ്മളായിട്ട് അമ്പിളിച്ചേട്ടനോട് ഞാൻ എല്ലാ ഇവന്റെയും പറഞ്ഞത് അമ്പിളിച്ചേട്ടൻ്റെ കൂടെ ഒരാൾ പിടിച്ചു നിന്ന് അഭിനയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര നിസ്സാര കാര്യമല്ല. അത് കുറച്ച് അവിടുന്ന് കട്ടെടുത്തിട്ടുണ്ട് പല കാര്യവും. എന്നും നമ്മൾ ചില ഹ്യൂമർ കാര്യങ്ങളൊക്കെ ചില ആക്ഷൻസും പല കാര്യങ്ങളും പല ടൈമിങ്ങും പല സമയമൊക്കെ നമ്മൾ സീനിയർ മോശം ആർട്ടിസ്റ്റ് നമ്മളോട് അഭിനയിക്കുമ്പോൾ നമ്മളതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നോക്കുമല്ലോ. അവരുമായിട്ട് നിൽക്കുമ്പോഴും അവർ എപ്പോഴും ലാലേട്ടനും അമ്പിളിച്ചേട്ടനോട് നിന്ന് അഭിനയിക്കുമ്പം മിക്കവാറും ലാലേട്ടൻ്റെ മേളിൽ കൊണ്ടുപോകും അമ്പിളിച്ചേട്ടൻ്റെ സീൻസ് എല്ലാം. അമ്പിളിച്ചേട്ടൻ അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ, ആ സീൻ അമ്പിളിച്ചേട്ടനെ കൊണ്ടുപോകും. അത് ലാലേട്ടൻ കിലുക്കത്തിന്റെ കാര്യം അത് അമ്പിളിച്ചേട്ടൻ കൊണ്ടുപോകും. അത് അമ്പിളിച്ചേട്ടനായിട്ട് പലപ്പോഴും അതെ. പക്ഷേ പലപ്പോഴും അമ്പിളിച്ചേട്ടൻ പല സീനുകളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഞാനും കുറെ സിനിമകളിൽ അമ്പിളിച്ചേട്ടൻ്റെ മുന്നേ കയറി പോയിട്ടുണ്ട്. അതായത് അമ്പിളിച്ചേട്ടൻ ചെയ്തത് കണ്ട് ഇപ്പൊ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് പോകും. അപ്പൊ അതും കടമെടുത്ത് ഫില്ല് ചെയ്ത് അമ്പിളിച്ചേട്ടൻ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് അറിയാം. ഉള്ളിൽ ഞാൻ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ വെച്ചേക്കും, ഇതായിരിക്കും. കാരണം റിഹേഴ്സൽ എടുക്കുമ്പോൾ ഇതൊന്നും അമ്പിളിച്ചേട്ടൻ കാണിക്കത്തില്ല. കാരണം കാരണം എന്താ വെച്ചാൽ ഞാൻ വാഴുന്നു എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പടം അമ്പിളിച്ചേട്ടനോട് അഭിനയിക്കുമ്പോൾ അമ്പിളിച്ചേട്ടന് റിഹേഴ്സൽ എടുത്തു കഴിഞ്ഞിട്ട് ടേക്ക് പോകാന്ന് പറഞ്ഞു ജോഷി സാറ്. അപ്പോൾ റിഹേഴ്സൽ എടുത്ത് ടേക്ക് എടുത്തപ്പോൾ ഞാൻ എന്തോ പറഞ്ഞപ്പോൾ അമ്പിളിച്ചേട്ടൻ നിന്ന് കാണിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചിരിച്ചുപോയി. ഞാൻ നോക്കിയപ്പോൾ റിഹേഴ്സലില്ലായിരുന്നു, ടേക്കിൽ ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു സോറി സാർ ഞാൻ ജോഷി സാറിനോട്. അത് അമ്പിളിച്ചേട്ടൻ പറഞ്ഞ് അതേ കഥാപാത്രം ചെയ്യുമ്പം ഞാൻ പല കാര്യങ്ങളും ചെയ്യും, കഥാപാത്രമായിട്ട് തന്നെ നിൽക്കുക. നമ്മൾ ഞാൻ ഇടുന്നതിനെ എങ്ങനെ മറികടക്കാമെന്നതിനെ പറ്റി ചിന്തിക്കുക, അങ്ങനെ നോക്കണം. അപ്പോൾ അതെനിക്ക് കിട്ടിയൊരു ഉപദേശമായിരുന്നു, എനിക്കൊരു കിട്ടിയ ഒരു ക്ലാസ്സായിരുന്നു അത്. അതിനുശേഷം പിന്നീട് പല പടങ്ങളിലും അമ്പിളിച്ചേട്ടൻ എന്താ ഇടാൻ പോകുന്നത് എന്നോട് ചോദിക്കും. ഞാൻ ആ ഡയലോഗ് പറയുമ്പോൾ എന്ത് പറയുന്നു, ഞാൻ പറഞ്ഞു ഞാനൊന്നും ഞാൻ പലത് കണ്ടുവച്ചിട്ടുണ്ട്, അത് ഞാൻ പറയത്തില്ല. ഞാൻ പറഞ്ഞാൽ ഞാനൊന്നും കണ്ടുവച്ചിട്ടില്ല, അതിങ്ങനെ പറയും. പക്ഷെ അമ്പിളിച്ചേട്ടൻ വരുമ്പോൾ ഞാൻ അതിൻ്റെ മേളിൽ കൊണ്ടുപോയിട്ട് വേറെ സാധനം കൊണ്ടുവെക്കും. അങ്ങനെ ഇതൊന്ന് കാക്കക്കർമ്മന, മയിലാട്ടം, എന്താ പറയണേ, കാക്കക്കർമ്മന, മയിലാട്ടം, പിന്നെ കൺമഷി, അങ്ങനെ കുറേ പടങ്ങളുണ്ട്. ആ പടങ്ങളൊക്കെ പറയും പൊന്നമ്മ കൊണ്ടുപോയി ആ സീനെന്ന് പറയും. അതിന് മടിയില്ല പുള്ളിക്ക്. ഒരു ഈഗോയോ അല്ലെങ്കിൽ അവർ എന്നേക്കാൾ കയറി മേളിൽ അഭിനയിച്ചോ, അവരെ അങ്ങനെ വിട്ടാൽ കൊള്ളത്തില്ലല്ലോ, അവരെ എവിടെയെങ്കിലും അടുത്ത പടത്തിനകത്ത് അടിച്ചു കൊടുക്കണം, അതല്ല. ജഗദീഷ് ശ്രീകുമാർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെ ഒരു കഴിവ്, അത് കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റ് പെർഫോം നന്നായാലേ നമുക്ക് നമ്മളെ കൂടെ നിൽക്കുന്നവർക്കും നന്നാവുള്ളൂ എന്ന് അമ്പിളിച്ചേട്ടനെ അറിയാം. പിന്നെ അമ്പിളിച്ചേട്ടൻ അതുപോലെ അമ്പിളിച്ചേട്ടൻ പറയും, എന്നെ അമ്പിളിച്ചേട്ടൻ എന്നെ വന്നിട്ട് എനിക്ക് കൈ തന്നു അമ്പിളിച്ചേട്ടൻ, ഈ സീൻ പൊന്നമ്മ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. എൻ്റെ തോളത്തട്ടി കൺഗ്രാജുലേഷൻസ് പറയും അമ്പിളിച്ചേട്ടൻ. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് ഞാൻ സിനിമ ഏതാ എന്നാ ഈ പടം ഡോക്ടർ ഇന്നസെൻ്റാ എന്ന് പറഞ്ഞ സിനിമ, ഇന്നസെൻ്റ് ഏട്ടനാണ് മെയിൻ അതിനകത്ത്. അപ്പോൾ ഞാനും ഇന്നസെൻ്റ് ഏട്ടനും അമ്പിളിച്ചേട്ടനും 3 പേര് അവിടെ ഇലക്ഷന് നിൽക്കുക. ഞാൻ കുറച്ച് ഒരു എന്താ പറയുന്ന ഒരു വാർഡ് മെമ്പറൊക്കെ അവിടെ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അത് ഇടയ്ക്ക് ഈ കോമഡിയിലൊക്കെ വരുന്നുണ്ട്. ഞാനൊരു ഒരു മഞ്ഞ കണ്ണാടി, മഞ്ഞ സാരി എല്ലാം കൊടുത്തൊരു സാധനം വരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ആ ഇലക്ഷൻ ഇരുന്ന സമയത്ത് പിന്നെ 3 പേര് നിൽക്കുന്നു. അതിനിടയ്ക്ക് ജയിക്കുന്നത് ഞാനാ, കോമളവല്ലി ജയിക്കുന്നു. കോമളവല്ലിയെ കൊണ്ട് ഈ ആരോ അങ്ങ് പോകുന്നു. ഇവർ രണ്ടും അവിടെ അയ്യോ തോറ്റു പോയില്ലെന്ന് ഓർത്ത് ഇങ്ങനെ ഇരുന്നു. അതിൻ്റെ സീൻ കഴിഞ്ഞ് ഞാൻ പോകുന്ന നേരത്ത് പറഞ്ഞു അമ്പിളിച്ചേട്ടാ എൻ്റെ കഴിഞ്ഞു പോയി, ഞാൻ പോകുക കേട്ടോ. പൊന്നമ്മ കഴിഞ്ഞു, ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ഭാഗ്യം എടുത്ത് അങ്ങോട്ട് നീങ്ങി. ഇപ്പം അമ്പിളിച്ചേട്ടൻ എന്നെ അവിടെ നിന്ന് പൊന്നമ്മ ഇങ്ങൊന്നേ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ തിരിച്ചു വന്നു. ഞാൻ എന്നാ അമ്പിളിച്ചേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ അമ്പിളിച്ചേട്ടൻ ഒരു സ്റ്റെപ്പ് മേളിലാണ് നിൽക്കുന്നത്, ഞാൻ താഴെയാണ് നിൽക്കുന്നത്. ഞാൻ താഴെ സ്കൂളിൻ്റെ ഒരു നടയാണ് അവിടെ അമ്പിളിച്ചേട്ടൻ ഞാൻ താഴെ നിൽക്കുന്നു. അപ്പോൾ അമ്പിളിച്ചേട്ടൻ 2 കൈയും വെച്ച് എൻ്റെ തലയിൽ വെച്ചിട്ട് നന്നായി വരും കേട്ടോ, നന്നായി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു താങ്ക് യു അമ്പിളിച്ചേട്ടാ. എനിക്കങ്ങോട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു ഇങ്ങനെ അത് പറഞ്ഞപ്പോൾ. എന്തിനാ അമ്പിളിച്ചേട്ടൻ എന്നെ ഇപ്പം അനുഗ്രഹിക്കണേ എന്ന് ഞാൻ ഓർത്തുപോയി. അപ്പോൾ വേറൊരാളും ഉണ്ട് അവിടെ നിന്ന്. ഇപ്പോൾ അവർക്ക് അനുഗ്രഹം കിട്ടിയുമില്ല, എന്നെയാണ് അനുഗ്രഹിച്ചത്. എന്നെ അനുഗ്രഹിച്ച് ഒന്ന് തന്നെ അങ്ങ് ഞാൻ ആ സന്തോഷം എറണാകുളം വരെ ഇങ്ങനെ അമ്പിളിച്ചേട്ടൻ എന്നെ അനുഗ്രഹിച്ചല്ലോ ദൈവമേ. സന്തോഷം കൊണ്ട് ഹൃദയം ഇങ്ങനെ അങ്ങ് സന്തോഷം കണ്ണുനീരായിട്ടൊക്കെ എനിക്ക് പോകുന്നായിരുന്നു. പിന്നീട് കൂടെയുള്ള അവസാനം 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ ആക്സിഡൻ്റ് എന്ന് പറയുന്ന സംഭവത്തിലൂടെ വരുന്നത്. അപ്പം ഞാൻ താപ്പാനയുടെ സെറ്റിലാണ്. ഞാൻ കിടന്ന് കാരണം അവിടെ നിന്ന് പറഞ്ഞ് ചെയ്യുന്ന റോള് വേറെയാണ്, അത് കുറച്ചുകൂടെ കോമഡി. അത് മറ്റേ ഇതില്ല. അപ്പം അതിനകത്ത് ഞാൻ കിടന്ന് കരഞ്ഞപ്പോൾ കഴിയുമ്പോൾ ചിന്തിരാജുണ്ട് അവിടെ. അപ്പോൾ
അപ്പം അമ്പിളിച്ചേട്ടനെ കിട്ടത്തില്ല. ഇത് ഇങ്ങോട്ടൊന്നും ഇത്ര അമ്പിളിച്ചേട്ടൻ ആയില്ല. അമ്പിളിച്ചേട്ടൻ ആക്സിഡൻറ്റ് കഴിഞ്ഞ 2 ദിവസം കഴിയുമ്പോൾ അമ്പിളിച്ചേട്ടൻ കിട്ടത്തില്ല എന്നൊക്കെ ഒരു ന്യൂസിങ് വന്നപ്പോഴത്തേക്ക് നമുക്കൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതിനൊക്കെ അങ്ങനെ മറികടന്ന് അമ്പിളിച്ചേട്ടനെ നമുക്ക് ജീവനോടെ കിട്ടി. പക്ഷേ അമ്പിളിച്ചേട്ടനൊന്ന് ശബ്ദിച്ചിരുന്നെങ്കിലേ, അമ്പിളിച്ചേട്ടൻ ഇരുന്നോണ്ടായിരുന്നെങ്കിൽ ഒന്ന് അഭിനയിക്കാമായിരുന്നു. ഒന്നേ നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഇരുന്നാണെങ്കിലേ ഒന്ന് അഭിനയിക്കാമായിരുന്നെന്ന് ഞാൻ ഓർക്കും. എൻ്റെ ദൈവമേ, അമ്പിളിച്ചേട്ടന് ശബ്ദം തിരിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. സംഭവിക്കട്ടെ, ഒരു മിറാക്കിൾ സംഭവിക്കണം എന്ന് അവർ പറയുന്നേ. ഡോക്ടർമാരും മറ്റൊരു പറയുന്ന മിറാക്കിൾ സംഭവിച്ചാൽ അമ്പിളിച്ചേട്ടൻ സംഭവിക്കും എന്നുള്ളതാണ്. സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരുന്നു ആക്ച്വലി. എല്ലാ സിനിമകൾക്കും മുതൽക്കൂട്ടല്ലേ? അതല്ലേ എല്ലാം. ഇപ്പൊ പോയവരെല്ലാരും തന്നെ എല്ലാവരും മുതൽക്കൂട്ടുകാരല്ലായിരുന്നോ? ഓരോരുത്തർ മാറുമ്പോഴാ ഓരോരുത്തരുടെ വില അറിയത്തുള്ളൂ, വാല്യൂ അറിയത്തുള്ളൂ, അതിൻ്റെയൊക്കെ ഒരു വാല്യൂ അറിയത്തുള്ളൂ. നമ്മൾ മനസ്സിലായി. ലാലേട്ടനൊക്കെ വിഷമിക്കുന്നുണ്ടാവും, കാരണം ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച പഴയ ആൾക്കാരാണ് അവരൊക്കെ. നോക്കുമ്പോൾ ലാലേട്ടൻ്റെ കൂടെയും മമ്മൂക്കയുടെ കൂടെയൊക്കെ ഇപ്പോൾ ഈ കുറച്ച് പുതിയ ആൾക്കാരുകളല്ലേ അഭിനയിക്കണേ. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും എത്രയൊക്കെ ആയാലും. ഇപ്പൊ പൊന്നമ്മ ചേച്ചിയുടെ 3 മക്കളും കലാകാരന്മാരാണ്. ആള് ദീപ്തി ചേച്ചി പുറത്ത് പോയി ഡയറക്ഷൻ ചെയ്തു. സിബി മലയിൽ സാർ അപ്രീഷിയേറ്റ് ചെയ്ത ആ ഒരു സെറ്റില് കാണിച്ചു കൊടുത്തായിരുന്നു പറഞ്ഞു. അപ്പം ആ ഒരു സിനിമ മലയാളത്തില് ചേച്ചി ചെയ്യുമ്പം അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കാണുമോ? തീർച്ചയായും. എൻ്റെ മകൾ അഭിനയിച്ചപ്പോൾ എനിക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവില്ല, ഉണ്ടാവുമെങ്കിലും അവളെന്തായാലും ഞാൻ അഭിനയിക്കുമല്ലോ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഞാൻ അതല്ല ഓർക്കുന്നത്, കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് എല്ലാവരും ഓസ്ട്രേലിയ UK എല്ലാം പോയിട്ട് ഇപ്പോൾ ഇതെല്ലാം തിരിച്ച് സിനിമയിലോട്ട് വരുന്നു. ഞാൻ ഒരിക്കലും അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഇല്ല. എന്നെ ഞങ്ങളുടെ ഒരു ആഗ്രഹം മക്കൾ നന്നായിട്ട് പഠിക്കണം, അവർ സെറ്റിലാവണം. കലയെന്ന് പറയുന്നതൊന്നും ഒരു അങ്ങേയറ്റം പോകുന്ന ഒന്നല്ല. അത് ഒരു നായികയായിട്ട് വന്നാലും ഒരു നായികയ്ക്ക് ഒരു പരിധിയുണ്ട് നിന്ന് അഭിനയിക്കാൻ. പിന്നീട് ജോലിയുണ്ടോ? ജോലിയില്ല. അതാണ് ഇപ്പോൾ എൻ്റെ ഇളയ മോള് പിങ്കി 2 സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ അവളെ ഞാൻ അപ്പം തന്നെ കല്യാണം കഴിപ്പിച്ചു. ആൾക്കാർ ചോദിച്ചു, അയ്യോ എന്തിനാ അതിനെ ഇപ്പോൾ കെട്ടിച്ചേ, അതിനെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കല്യാണം കഴിപ്പിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ നല്ല അവസരങ്ങളൊക്കെ വന്നു ആ സമയത്ത്. എനിക്ക് എൻ്റെ ആഗ്രഹം അവൾ പഠിച്ച് നായികയൊക്കെ ആയിട്ട് നിന്ന് കുറേ, ഞാൻ ചിലപ്പോൾ ചിലപ്പോൾ തമിഴോ തെലുങ്കോ ഒക്കെ കൊച്ചങ്ങ് പോയി പറന്ന് സിനിമ ചെയ്യുമായിരിക്കാം. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന നാളുകളിൽ നോക്കുമ്പോൾ മറ്റവർക്ക് 2 പേർക്കും ജോലിയുണ്ട്, ഇവർക്ക് ജോലിയില്ല. അപ്പോൾ ഒരു വിഷമേ. എനിക്ക് അതൊന്നും ഞാൻ ചിന്തിച്ചില്ല. എനിക്ക് കുഞ്ഞുങ്ങളെല്ലാം പഠിച്ച് സെറ്റിലായി കാണണം എന്നുള്ള, ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കാൻ എന്ന രീതിയിലുള്ളതായിരുന്നു എൻ്റെ ഒരു ഇത്. ഇവർക്ക് ഇതിൻ്റെയൊക്കെ മനസ്സിൽ ഇത്രയും എൻ്റെ മോള് ഡയറക്ഷൻ ആകണമെന്നോ ഞാൻ അറിഞ്ഞില്ല അവിടെ ഈ ആഗ്രഹം. അവൾ ആരെ അറിയിക്കാതല്ലേ ആ റീജിയണൽ റീജിയണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുക ഓസ്ട്രേലിയയിൽ. അവിടെ നിന്ന് ഞാൻ പോലും അറിഞ്ഞില്ല ഈ 4 കൊല്ലം പോയി പഠിച്ചത്. 4 കൊല്ലം പോയി പഠിച്ച എല്ലാം ഡയറക്ഷൻ പഠിച്ചു, അവൾ എഡിറ്റിങ്, കളറിങ് എല്ലാം പഠിച്ചു. അവളത് പഠിച്ചിട്ടാണ് അവളൊരു ഷോർട്ട് മൂവി അവൾ ഡയറക്റ്റ് ചെയ്തത്. അവൾ അങ്ങനെ ചെയ്യുള്ളത്. ചെയ്യുമ്പോൾ അതിൻ്റെതായ എല്ലാം നോക്കി നല്ല വൃത്തിയിലും മെനയിലേ അവൾ ചെയ്യത്തുള്ളൂ. പക്ഷേ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, മമ്മി ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോവാണ്. ചെയ്തോ, ഞാൻ ഈസി ആയിട്ട് ഇവിടുന്ന് പറഞ്ഞു. ഇത് പഠിച്ചിട്ടാ ചെയ്യുന്ന നമുക്കറിയോ? ഇവളിത് സംഭവം ഇത് ചെയ്തുകൊണ്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ TV-യിലിട്ട് ഈ സാധനം കണ്ടാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കരഞ്ഞു പോയിരുന്നിട്ട് കണ്ടിട്ട്. ഞാൻ ഒരു നിമിഷം ഇവിടെ ഇങ്ങനെ നോക്കിയിരുന്നിട്ടേ, പക്ഷെ നിനക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നോ? എന്നാൽ നീ ഒരു വാക്ക് പറയണ്ടേ ഞങ്ങളുടെയൊക്കെ എടുത്ത്. അപ്പം ആഗ്രഹം ഉണ്ടെങ്കിൽ മമ്മി സമ്മതിക്കുമോ? എനിക്ക് ഫാഷൻ ഡിസൈനിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട് മമ്മി സമ്മതിച്ചോ? അവള് ചോദിക്കുന്ന ഇളയവള് ചോദിക്കുന്നത്. അതെ ഞാനും പറഞ്ഞല്ലേ മമ്മി എനിക്ക് ഫാഷൻ ഡിസൈനിങ്ങിന് പോകണമെന്ന്. മമ്മി സമ്മതിച്ചോ? സമ്മതിക്കാന്നേ. നമ്മൾ ഫാഷൻ ഡിസൈനൊക്കെ പഠിച്ചിട്ട് ഇവിടെ എന്ത് ജോലി കിട്ടാനല്ലേ? വല്ല ഡിഗ്രി, ഏതെങ്കിലും ഡിഗ്രി എടുത്തിട്ട് കാര്യമില്ലെന്നേ. ജോലി കിട്ടുന്ന ഡിഗ്രി എടുത്ത് പഠിച്ചിട്ട് അവർ പുറത്ത് പോയി സെറ്റിലായി അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ ഒന്ന് ആ പ്രായത്തിൽ ചെയ്തു വെക്കാമല്ലോ. ഇപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മോള് ഒരു പ്രായത്തിൽ നല്ല 24 വയസ്സുള്ളപ്പോൾ കല്യാണം കഴിച്ചു. ഇന്ന് അവൾ 3 കുഞ്ഞുങ്ങളുടെ അമ്മയായി. ഇന്നിപ്പം അവളെല്ലാം പൊക്കോ മക്കൾ, അവളാ കുഞ്ഞ് എൻ്റെ മോള്. പിള്ളേരൊക്കെ വളർന്നു. പിന്നെ എൻ്റെ ഇളയ 2ാമത്തെ മോക്ക് ഒരു കുഞ്ഞായി. പിന്നെ എൻ്റെ മോനാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനിപ്പോൾ ഇപ്പോഴത്തെ ആമ്പിള്ളേരൊക്കെ എന്താണെന്ന് എനിക്കറിയാതെ കുറേ ഇത്ര വയസ്സായാലും അവർ വലിയ കല്യാണം കഴിക്കുന്നില്ല. അവൻ കല്യാണം കഴിക്കുന്നില്ല. കല്യാണം കഴിക്കടാന്ന് ചോദിച്ചാൽ മമ്മി അത് തന്നെ എനിക്കങ്ങ് വിട്ടേര്, ബാക്കിയുള്ളതൊക്കെ മമ്മിയും പപ്പയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അനുസരിച്ചില്ലേ, ഇത് എൻ്റെ കാര്യത്തിൽ അങ്ങ് വിട്ടേക്കെന്ന് പറയും. നമ്മൾ എത്രയും നിർബന്ധിക്കുക. ഞാൻ 10,000 പെണ്ണുങ്ങളെയല്ല കണ്ടത് ഇവന് വേണ്ടിയിട്ട്. ഞാൻ ഇതിന് പെണ്ണുങ്ങളുടെ ചാപമല്ല കൂടെ വിളിച്ച് ഇവനെ ഇഷ്ടം. അതല്ല, ഇവൻ്റെ ഫോട്ടോ കാണുന്ന പെമ്പിളർക്കല്ല ഇവനെ ഇഷ്ടമാണ്.
അപ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങൾ അവരുടെ അമ്മ അച്ഛനും ആഗ്രഹിച്ച് വിളിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര കാരണം ഞാനും 2 പെമ്മക്കളുടെ അമ്മയാണ്. അപ്പോൾ അവർക്ക് എന്ത് വിഷമം ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞു നിനക്ക് എന്നാണ് കല്യാണം കഴിക്കണം തോന്നുന്നത് അന്ന് നീ വന്ന് പറയുക, അന്ന് നിന്നെ കെട്ടിക്കാം, നീ ഇങ്ങോട്ട് പറയും മമ്മി എനിക്ക് കെട്ടണം എന്ന് പറയുകയാണ്, നിന്നെ അന്ന് കെട്ടിക്കാം എന്ന് പറയാം. ഇവിടെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, അവനങ്ങനെ ഫ്രീ ആയിട്ട് അവന് രസമാണ്. നമുക്ക് പിറന്നാളിന് അമേരിക്കയിലൊക്കെ പോയി അടിച്ചു പൊളിച്ച് അവൻ ലോകം എല്ലാം കറങ്ങി. ചേച്ചി ഓസ്ട്രേലിയക്കൊക്കെ പോകാറുണ്ട്? ഞാൻ പോകാറുണ്ട്, കണ്ട് പിള്ളേരുടെ അടുത്ത് ഞാനൊരു 3-4 തവണ പോയായിരുന്നു. പപ്പ അവിടെയായിരുന്നു, ഹസ്ബൻഡ് അവിടെയായിരുന്നു. 1 വർഷം ഒക്കെ കഴിഞ്ഞ് ഞാൻ പോയ 2-3 മാസമൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടുന്ന് പോയി ഇങ്ങോട്ട്, നമുക്ക് അവിടെ ചെന്നാലും ഇവിടെ ആയിരിക്കും നമ്മുടെ മനസ്സ്, ഇങ്ങോട്ട് ഓടിയെത്തും. പിന്നെ പിങ്കി പിന്നെ അവിടെ അവർ ചേട്ടത്തി അതിനകത്ത് 25 കിലോമീറ്റർ ദൂരെയാണ് താമസിക്കണേ. അപ്പം അവരങ്ങോട്ട് ഇന്നിപ്പോൾ എൻ്റെ പിന്നെ ആഞ്ചലിനയുടെ പിറന്നാളാണ്, ഇന്ന് എല്ലാവരും ഉണ്ട് അവിടെ. ഇന്നിപ്പോൾ ലൈവായിട്ട് ഞങ്ങൾ എന്നെ കാണിച്ച് ഞങ്ങളും എല്ലാം കണ്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക, സന്തോഷം.